ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം മ്യൂസിയത്തിനകത്താണ്. ഇന്നത്തെ പ്ലാൻ സൂവിലോട്ട് കയറാനാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് സൂവിൻ്റെ അകത്ത് കയറണോ, അതിൽ കാണാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ചിലർ പറയുന്നു അതിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ കാണാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂവിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ടോ എന്ന് കാണണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. സൂവിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1857 കേട്ടോ ഈ സൂ ഓപ്പൺ ആക്കുന്നത്. ഏകദേശം 55 ഏക്കറോളം ഉണ്ട് ഈ സൂ. 82 തരത്തിലുള്ള സ്പീഷീസുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എൻട്രി ടിക്കറ്റ് എടുക്കാം. എൻട്രി ടിക്കറ്റ് വന്നിട്ട് 30 രൂപയേ ആവുന്നുള്ളൂ. ഇനി 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വന്നിട്ട് 10 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 30 രൂപയാണ് ടിക്കറ്റ്. നല്ല തിരക്കുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികൾ എല്ലാവരും ഉണ്ട്. എന്തായാലും നമുക്ക് സൂവിൻ്റെ അകത്തോട്ട് കയറിയിട്ട് വരാം. ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ആരെയൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലോക്ക് റൂമിലേക്ക് പോകേണ്ടതും ടിക്കറ്റ് കൗണ്ടറിൻ്റെയും ഒക്കെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ക്ലോക്ക് റൂമാണ്. നമ്മുടെ ബാഗോ മറ്റ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വച്ചതിന് ശേഷം സൂവിൻ്റെ അകത്തോട്ട് പോകാവുന്നതാണ്. അപ്പോൾ സൂവിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വാട്ടറൊക്കെ എടുക്കണമെങ്കിൽ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണെങ്കിൽ 20 രൂപ അടച്ച് നമ്മളത് ഒരു സ്റ്റിക്കർ മേടിച്ച് ഒട്ടിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് കയറേണ്ട പോയിന്റ്. ഇവിടെ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാവുന്നത് കാട്ടുപോത്തുകളെയാണ്. കാട്ടുപോത്തുകൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കുരങ്ങന്മാരുടെ സെക്ഷനാണ്. കുരങ്ങുകൾ, വിവിധ തരത്തിലുള്ള കുരങ്ങുകൾ ഇവിടെ ഉണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് ബംഗാൾ കുരങ്ങാണ്. പക്ഷേ കുരങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മൾ ഒരുപാട് നേരം നോക്കി നിന്നാലേ കുരങ്ങന്മാരെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണമുണ്ട്, ദൂരം നിൽക്കുന്നുണ്ട്. ബംഗാൾ കുരങ്ങ്. ചിലതൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെയൊക്കെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നേരം ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഇത് ബേഡ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൂങ്ങയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മൾ ആമസോൺ തത്തയും മൂങ്ങ അങ്ങനെ ഒരുപാട് ബേഡ്സിനെയൊക്കെ കണ്ടതിന് ശേഷം ഈ വഴിയാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് തന്നെ ആ മരത്തിലൊക്കെ പേരെഴുതി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മരങ്ങളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയായിരുന്നത്. ഇതിൽ പല മരങ്ങളും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് സൂവിൻ്റെ അകത്ത്. ഇനി നമുക്ക് കാണാനുള്ളത് അടുത്ത കുറച്ച് പക്ഷികളെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മൾ നടന്ന് ടയേർഡ് ആകുമ്പോൾ ഇരിക്കാനായിട്ട് ഇവിടെ വിശ്രമ കേന്ദ്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വഴിയൊക്കെ നടക്കുമ്പോൾ കാടുകളിലൂടെ നടക്കുന്നത് പോലെ നല്ലൊരു കൂളിങ്ങും നല്ല രസവും ഒക്കെ ഫീൽ ചെയ്യും. ഇനി അടുത്തുള്ള ഫസ്റ്റ് കേജ് വെള്ളിമുങ്ങയുടേതാണ്. അപ്പം വെള്ളിമുങ്ങയെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഒരു മുങ്ങയെ ഞാൻ കണ്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മൂങ്ങകളൊക്കെ എവിടെ ഇരിക്കുന്നു എന്നൊക്കെ കാണുന്നത്. വലിയ കേജ് ആയതുകൊണ്ട് എവിടെയാണെന്ന് കാണത്തില്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇത് വെള്ളവയറൻ കടൽപ്പരുന്താണ്. ഇതിൻ്റെ കൂട് വളരെ വലുതുമാണ്. നല്ല നീറ്റും ക്ലീനും ഒക്കെയാണ്. മുകളിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, അതുകൂടാതെ താഴെയും ഒരെണ്ണം ഇരിപ്പുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല വെളുത്ത തൂവലൊക്കെയാണ്. നല്ല ക്ലീനും നീറ്റും ഒക്കെ ആയിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാ നമുക്ക് നോക്കാം. അടുത്തത് മുതലയാണ് കേട്ടോ. ആ വെള്ളത്തിൽ 2 മുതല കിടപ്പുണ്ട്. അതുകൂടാണ്ട് കരയിലും ഒന്ന് കിടപ്പുണ്ട്. അത് മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ പതിയെ വെള്ളത്തിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് പോയി അങ്ങ് വീഴും. നല്ല വലിപ്പമുള്ള മുതലയാണ് കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ഇത് അടുത്ത വിശ്രമ കേന്ദ്രമാണ്. ഞാൻ ഇരിക്കുന്നത് അടുത്ത വിശ്രമ കേന്ദ്രമാണ്. ഇതിന് ഫ്രണ്ടിൽ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് വിശ്രമ കേന്ദ്രങ്ങൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു വരുമ്പോൾ ക്ഷീണിക്കുകയാണെങ്കിൽ ഇരിക്കാം, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. അപ്പോൾ ഇതിന്റെ ബാക്കിലായിട്ട് ഇനി കൊക്കുകളാണുള്ളത്. നമുക്ക് കൊക്കുകളുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞ പേ ആൻഡ് യൂസ് വാഷ്റൂം ഉള്ളത്. റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ലേ, വലിയൊരു കേജാണ്. ഈ കേജ് നിറച്ചും പക്ഷികൾ, കൊക്ക് അങ്ങനെയുള്ള പക്ഷികളാണ്. അതായത് വാട്ടർ ബേസ് ചെയ്ത് ജീവിക്കുന്ന പക്ഷികളാണ്. അവർക്ക് പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് വളരെ വിശാലമായ രീതിയിലാണ് ഈ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഈ കുളവും നല്ല രസമാണ്. നല്ലൊരു ഗ്രീനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കാണാനും ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോഴും നല്ലൊരു കൂൾ ഫീലിംഗ് ആണ്. കണ്ടില്ലേ, കൊക്കുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്ഥലമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ കൊക്കുകളൊക്കെ നമുക്ക് വേറെ വ്യൂവിൽ നിന്ന് കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പറ്റും. അത് ഇതുപോലെയുള്ളൊരു ഗുഹ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ശരിക്കും അവിടെ നിന്നുള്ള വ്യൂ ആണ് കൂടുതൽ മനോഹരം. നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് കൊക്കുകളൊക്കെ ഒന്ന് കാണാം. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നത് കണ്ടില്ലേ, അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കൊക്കുകൾക്ക് കുളിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കൂടാണ്ട് കൊക്ക് മാത്രമല്ല, വേറെ ഒരുപാട് തരം പക്ഷികൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെയൊക്കെ ചുണ്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിവിധ ഇനം പക്ഷികളാണ്, വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ പേരുകളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ കാണാനൊക്കെ വളരെ മനോഹരമാണ്. ഇനി കാണാൻ പോകുന്നത് നീർനായയാണ്. നീർനായ വെള്ളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ വെള്ളത്തിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അത് മുകളിലായിട്ട് ഒരെണ്ണം കയറി പോകുന്നുണ്ട്. കൂടാതെ അതിൻ്റെ അടുത്തും ഒരു നീർനായ ഇരിപ്പുണ്ട്. 2 നീർനായ ഇപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ, അകത്ത് തന്നെ ആയിരിക്കും. ഇതും പക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മറ്റൊരു കുളമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ മരമൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അതിലൊക്കെ പക്ഷികളൊക്കെ വന്നിരിപ്പുണ്ട്. അതൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇനിയാണ്
വളരെ രസകരമായ കുറച്ച് മൃഗങ്ങളെ കാണാൻ പോകുന്നത്. ഗൈസ്, ഇവിടെയാണ് സിംഹം, കടുവ എല്ലാവരും ഉള്ളത് കാണാൻ. ഗൈസ്, മല്ലനും മാധവനും കഥയിലെ കരടി ഇവിടെയാണോ? കരടിയെ കണ്ടോളൂ. കുറച്ച് നേരമായിട്ട് ഈ കരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഒരു കരടി കൂടെ മുകളിൽ ഇരിപ്പുണ്ട്. അത് ആ മരത്തിൻ്റെ ബേക്കിലായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അത് ക്യാമറയിൽ കിട്ടാൻ ഇത്തിരി പാടാണ്. ഇത് ഇലക്ട്രിക് കാറാണ്. ഇതിന് പെർ ഹെഡ് 60 രൂപയേ ആവുന്നുള്ളൂ. സീനിയർ സിറ്റിസണൊക്കെ വരുമ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ദൂരം നടക്കുമ്പോൾ അവരൊക്കെ ക്ഷീണിക്കില്ലേ. അപ്പോൾ കാറിലൊക്കെ ആകുമ്പോൾ അത്ര പ്രയാസമൊന്നും ഇല്ലാണ്ട് എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ട് വരാൻ പറ്റും. പിന്നെ ഉള്ളത് സിംഹത്തിനെ കാണാനാണ് പോകുന്നത്. അപ്പോൾ സിംഹം ഉള്ളത് ഇതും അവിടെയാണ്. പഴയതുപോലെയൊന്നും അല്ല. സിംഹത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ കുറച്ചുകൂടെ വിശാലമായിട്ടുണ്ട്. മാത്രമല്ല 2 പേരുണ്ട്, 2 സിംഹമുണ്ട്, ജോഡിയാണ്. നമുക്ക് കാണാം. ഇവിടെ 2 പേരും ഇരിപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ വെക്കുന്നു. അത് കഴിഞ്ഞ് ഒരാൾ കിടക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒഴിച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ചുകൂടെ വലിയൊരു ഏരിയ ഉണ്ട് സിംഹത്തിന് വേണ്ടിയിട്ട്. അവിടെ നിന്നാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നിൽക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സിംഹം പോകുന്നതും നടക്കുന്നതും ഒക്കെ. അടുത്ത നല്ല മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് വന്നപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അതോടൊപ്പം തന്നെ ഇതാ നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന രീതിയിലുള്ള വ്യൂവും ഉണ്ട്. ഇവിടെ കുളമുണ്ട്. കുളത്തിലാണെങ്കിൽ ഒരുപാട് മീനുണ്ട്. അതുപോലെ കൊക്ക് ഒക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ആ മരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മരത്തിൽ കൊക്കുകളൊക്കെ വന്നിരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. ഇനിയുള്ളത് അടുത്ത കുറച്ച് മൃഗങ്ങളൂടെ കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് യമു ആണ്. ഇത് പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ചിലരുടെ വീട്ടിലെങ്കിലും യമുവിനെയൊക്കെ വളർത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളൊരു പക്ഷി കൂടെയാണ് നമ്മുടെ യമു. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഹിപ്പോയൊക്കെയാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹിപ്പോയുടെ ഷേപ്പിലുള്ള ഒരു മരമാണിത്. ഇത് ഹിപ്പോയുടെ ഷേപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ നാളായതുകൊണ്ട് ഇതിൻ്റെ ചില പാർട്സൊക്കെ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു മൃഗത്തിൻ്റെതുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാണ്ടാമൃഗമാണെന്ന്. കാണ്ടാമൃഗമാണ്, പക്ഷേ അതിൻ്റെയും കുറേ പാർട്സൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയൊരു മരത്തിൻ്റെ പാർട്ടിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കുന്നതാണ്. കരയിലൊരു ഹിപ്പോ നിൽപ്പുണ്ട്. അതുകൂടാതെ വെള്ളത്തിലും ഉണ്ട് 2 എണ്ണം. വെള്ളത്തിൽ കിടക്കുകയാണ് 2 എണ്ണം. അടുത്തതാ ഒരെണ്ണം വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത് പോകുന്നത് മാനിനെ കാണാനാണ്. ഒരുപാട് വെറൈറ്റി മാനുകളെ ഇപ്പം കാണാം. ഈ കാണുന്ന മാനിൻ്റെ പേര് മ്ലാവെന്നാണ്. ഒരുപാടുണ്ട് കേട്ടോ, നിറച്ച് നിൽപ്പുണ്ട്. ഇത് കൂടാണ്ട് വേറെയും വെറൈറ്റി ആയിട്ടുള്ള മാനുകളുണ്ട്. ഇത് അടുത്തടുത്ത കേജുകളിലുണ്ട്. ഇത് കൃഷ്ണമൃഗമാണ്. ബോർഡിൽ എഴുതിയിരിക്കുന്നത് 10-15 വർഷത്തോളം ഇത് ജീവിച്ചിരിക്കും. 6 മാസമാണ് ഇതിൻ്റെ ഗർഭകാലം എന്നൊക്കെ. ഇത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർ നമുക്ക് തോന്നും. കണ്ടില്ലേ, മാന് നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് വലിയ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ആ മാനിൻ്റെ ഇടയിൽ തന്നെ വൈറ്റ് കളറിലുള്ള മാനും ഉണ്ട് കേട്ടോ. അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വെള്ള മാനൊന്നും നമ്മൾ അധികം കാണാറില്ല. ഇനി അടുത്ത കേജിൽ ഇനി ഏത് ജീവിയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഏതോ പക്ഷിയാണെന്ന് നോക്കിയിട്ട് വരാം. ഇത് ബ്രൗൺ ട്രീയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇത് ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഉണ്ട്, കണ്ടില്ലേ. ഇത് ഓടുമ്പോഴൊക്കെ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ചിറകുകളാണെന്നാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. കാണാൻ ശരിക്കും ഒരു ഒട്ടക പക്ഷിയുടെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ. ഈ പക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. 2ഉം ഒരുമിച്ചാണ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒരു ഫാമിലി പോലെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒറ്റ കേജിലാണുള്ളത്.
അടുത്തിനി നമ്മൾ കാണാൻ പോകുന്നത് കാട്ടുപോത്തിനെയാണ്. ഈ കേജ് ആദ്യം യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സീബ്രയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിരുന്നു സീബ്ര ചത്തുപോയ കാര്യമൊക്കെ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഈ കാട്ടുപോത്തുകളാണ്. എൻ്റെ അമ്മ അതിൻ്റെയൊക്കെ ശരീരം കണ്ടു എന്ത് വലുതാണെന്ന്. ശരിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ബാഹുബലി സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ കാട്ടുപോത്തിനെ കണ്ടിട്ടുള്ളൂ. നല്ല ശരീരവും വലിപ്പമൊക്കെ ഉണ്ട്. ഈ കാട്ടുപോത്താണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇടുക്കിയിലൊക്കെ ഇറങ്ങിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്, മറ്റത് ഇങ്ങനെ നിൽപ്പുണ്ട് ഒരെണ്ണം. കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാ മുകളിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ കാഫ്റ്റീരിയ വരുന്നത്. പിന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ മുകളിലോട്ടുണ്ട്. പിന്നെ വാട്ടർ വെച്ചിട്ടുണ്ട് ടയേർഡായിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഒരു ഷോപ്പ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇല്ല, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇവിടെ ലഭിക്കില്ല. കോഫി സ്നാക്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ പോവാം. അപ്പോൾ ചായ വാങ്ങിച്ചിട്ടുണ്ട്. ചായയും കട്ടറ്റും കഴിച്ചതിന് ശേഷം ഇനിയുള്ള വീഡിയോ. ഇനിയുള്ളത് മാംസഭോജികൾ കാണാനാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാം കേജിനകത്ത് കയറി റെസ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഒരു പുള്ളിപ്പുലിയെ കണ്ടിട്ടുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് പുറത്തോട്ടൊന്നും ഇറങ്ങി വരുന്നില്ല. പക്ഷേ ഇതാ ഇവിടെ മുകളിലായിട്ട് 2 എണ്ണം ഇരിപ്പുണ്ട്. അതായത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടക്കുന്നത്. പിണക്കമാണെന്ന് തോന്നുന്നു. റെസ്റ്റിലാണ് 2 പേരും. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ടയേർഡായി കാണും, അതുകൊണ്ട് റെസ്റ്റിലായിരിക്കും. ഇത് ബംഗാൾ കടുവയാണ്. കടുവ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ അതിൻ്റെ ശരീരമൊക്കെ കണ്ടിട്ട് നല്ല ക്ഷീണിച്ചതുപോലെ ഇരിക്കുന്നു. വയസ്സായ കടുവയാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അടുത്ത കേജിൽ സിംഹമാണ്. സിംഹം കാണാനൊന്നും ഇല്ല, നോക്കട്ടെ. ഇവിടെ കോർണറിൽ സിംഹം കിടപ്പുണ്ട്. എല്ലാവരും ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മൂലയിലൊക്കെ ഇങ്ങനെ ഇരിപ്പാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. ഇത്തവണ വന്നപ്പോൾ എല്ലാ പേരും ഉറക്കത്തിലാണ്. അടുത്ത മൃഗത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഹൈനയാണിത്. ലിയോ മൂവി വന്നതിന് ശേഷം ഹൈനയെ അറിയാത്തായിട്ട് ആരുമില്ല. പക്ഷേ ഇവിടെയുള്ള ഹൈനയെ കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നുന്നുണ്ട്. വളരെ മെലിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. ഇങ്ങനെയാണോ ഹൈനയെന്നും അറിയത്തില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണിത്. ഇത് വെള്ളക്കടുവയാണ്. വെള്ളക്കടുവ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. പിന്നീട് എഴുച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും ഒരുപാട് മാനുകളെയാണ് വീണ്ടും കാണാനുള്ളത്. ഒരുപാട് മാനുകളുണ്ട്. അവർക്ക് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ കടുവയാണ്. കടുവയെ നമ്മളിങ്ങനെ നോക്കി നിരീക്ഷിച്ചുകൊണ്ട് കുറേ നേരം നിന്നപ്പോഴാണ് ഇറങ്ങി വരുന്നുണ്ട് കടുവ. ഈ ഒന്നിനെ മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടുള്ളൂ. ഇനി വേറെ കടുവകളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടോ എന്നറിയത്തില്ല. ഒന്ന് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കുറുനരിയാണ്. ആ ടയറിന് അകത്തായിട്ട് കുറുനരി നിപ്പുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം ഹോസ്പിറ്റൽ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് സൂ ഹോസ്പിറ്റലാണ്. വളരെ വലിയൊരു ഹോസ്പിറ്റൽ തന്നെ അവർ മൃഗങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം കണ്ട കുറേ ബേഡ്സ് ഉണ്ടല്ലോ, ആ ബേഡ്സ് തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ മൃഗങ്ങളാണ്. മൃഗങ്ങളിൽ നമ്മുടെ മാനൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മാനുകൾ വീണ്ടും കുറേ മാനുകളാണ്. അതിനുശേഷം ആദ്യം കണ്ട പക്ഷികൾ, വിവിധ തരം ലവ് ബേഡ്സ്, പാരറ്റ്സ്, ഇതൊക്കെയാണ്. പിന്നെ ഒരു മയിലിനെ ഒരു സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു. ആദ്യത്തെ സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുള്ളമ്പന്നിയാണ്.
മുള്ളൻപന്നി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. കാരണം സാധാരണ മുള്ളൻപന്നിക്ക് ഇത്രയൊക്കെ മുള്ളുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇനി നമുക്ക് കാണാനുള്ളത് ചിത്രശലഭ പാർക്കാണ്, ബട്ടർഫ്ലൈ പാർക്ക്. ഇതിനകത്ത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. അത് ക്യാമറയിലൊക്കെ പതിയുമോ എന്നൊന്നും അറിയില്ല. ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ 2 സൈഡിലും നമുക്ക് ഒരു കാട് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് കാടൊന്നുമല്ല, ശരിക്കും ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ ബട്ടർഫ്ലൈ, വിവിധ തരം ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ബട്ടർഫ്ലൈയും കാണാനൊന്നും പറ്റത്തില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് കുറേ ബട്ടർഫ്ലൈസൊക്കെ പറക്കുന്നതൊക്കെ കാണാം. ഓസ്ട്രിച്ചാണ്. ഓസ്ട്രിച്ചിൻ്റെ ദേഹത്തുള്ള തൂവലെല്ലാം കൊഴിഞ്ഞു പോയി. അതിന് മരുന്നാണെന്ന് തോന്നുന്നു, പുറത്തായിട്ടൊരു നീല കളർ മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയെല്ലാം ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ഓസ്ട്രിച്ചിനും ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ഓസ്ട്രിച്ചിനും ഇതേപോലെ മരുന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഉരകങ്ങളെ കാണാനാണ് പോകുന്നത്. പാമ്പുകളുടെ വിശേഷങ്ങൾ കാണാം, പോകാം. കോർണറിൽ 2 പാമ്പ് കിടപ്പുണ്ട്. അത് പൈത്തണാണ്. ലോങ്ങസ്റ്റ് സ്നേക്ക് ഇൻ വേൾഡ് എന്നാണ് ഈ ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് ഇതാ കിടപ്പുണ്ട്. കരാമ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. കമ്പിലായിട്ട് 2 പാമ്പുകൾ ഇരിപ്പുണ്ട്. കാട്ടുപാമ്പാണ്. ഡീറ്റെയിൽസും ഇതാ താഴെ വെച്ചിട്ടുണ്ട്. റെഡ് ഇയേർഡ് സ്ലൈഡർ എന്നാണ് ഈ ആമയുടെ പേര്. അതും ഇരിപ്പുണ്ട്. ഇത് കരിക്കുരിയൻ പാമ്പ്. എല്ലാ വിഷപ്പാമ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മൂർഖനാണ്. മരത്തിൻ്റെ അടിയിലൊന്ന് കിടപ്പുണ്ട്. പിന്നെ ആ കോർണറിലൊക്കെ 1-2 അവിടെ ഇവിടെയായിട്ടൊക്കെ ഇഴഞ്ഞ് നടക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാമ്പാണ് ഗ്രീൻ അനാക്കൊണ്ട. ഇതിവിടെ വന്നപ്പോൾ ഭയങ്കര കോളിളക്കമായിരുന്നു. ഇത് അനാക്കൊണ്ടയെ കാണാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് ഗ്രീൻ അനാക്കൊണ്ട. ഇതാണ് നമ്മുടെ സൂവിനെ തന്നെ കുറച്ചുകൂടെ ഫേമസ് ആക്കിയിട്ടുണ്ട്. നാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ കിടക്കും. കുറച്ച് കഴിഞ്ഞ് വെള്ളത്തിലോട്ട് ഇറങ്ങി പോകും. വീണ്ടും ഇങ്ങനെ തലയൊക്കെ പൊക്കി നോക്കും. അങ്ങനെ കിടക്കുകയാണ് അനാക്കൊണ്ട. തണുപ്പ് പ്രദേശത്ത് ജീവിക്കുന്ന പാമ്പുകളായതുകൊണ്ട് ഇവരുടെ റൂമെല്ലാം നല്ല കൂളിങ്ങിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തുള്ളത് രാജവെമ്പാലയാണ്. ഇത് ഇരുതല മൂരിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാമ്പിൻ്റെ സെക്ഷൻ വരുന്നത്. ഈ പാമ്പിൻ്റെ സെക്ഷനോടുകൂടി നമ്മുടെ സൂ എൻഡ് ചെയ്യുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ ഇതാ നല്ല മഴയായി. അപ്പോൾ മഴയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ സൂവെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല മഴയായി. ഇനി നമുക്ക് കാണാനുള്ളത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.